കേന്ദ്ര സർക്കാർ കേരളത്തിന് അനുവദിച്ച മെഡിക്കൽ കോളേജ് സംസ്ഥാന സർക്കാരിൻ്റെ പിടിപ്പുകേടും കെടുകാര്യസ്ഥതയും കൊണ്ട് നഷ്ടപ്പെടുന്നൊരു സാഹചര്യം ഉണ്ടായിരിക്കുന്നു. കേന്ദ്ര സർക്കാർ ESIയുടെ കീഴിൽ കൊല്ലം ആശ്രാമത്ത് ഒരു മെഡിക്കൽ കോളേജ് അനുവദിച്ചിരുന്നു. സംസ്ഥാന സർക്കാരിൻ്റെ സഹകരണത്തോടു കൂടിയാണ് ഈ മെഡിക്കൽ കോളേജ് നിലവിൽ വരേണ്ടത്. സഹകരണം എന്നുള്ളത് ഒരു എസൻഷ്യാലിറ്റി സർട്ടിഫിക്കറ്റ് ദേശീയ മെഡിക്കൽ മിഷന് നൽകുക മാത്രമാണ് സംസ്ഥാന സർക്കാർ ഇക്കാര്യത്തിൽ ചെയ്യേണ്ടത്. പക്ഷേ കേന്ദ്ര സർക്കാരും ദേശീയ മെഡിക്കൽ മിഷനും ആവർത്തിച്ച് ആവശ്യപ്പെട്ടിട്ടും കൊല്ലത്ത് ആശ്രാമത്ത് സ്ഥാപിക്കാൻ നിശ്ചയിച്ച ESIയുടെ കീഴിലുള്ള മെഡിക്കൽ കോളേജിന് സംസ്ഥാന സർക്കാർ ഇതേവരെ ഈ സർട്ടിഫിക്കറ്റ് കൈമാറിയിട്ടില്ല. അതുകൊണ്ട് ഈ മെഡിക്കൽ കോളേജ് നമ്മുടെ കേരളത്തിന് നഷ്ടപ്പെടാൻ വേണ്ടി പോവുകയാണ്. കഴിഞ്ഞ 2025 ഏപ്രിൽ 22-ാം തീയതി ഡൽഹിയിൽ ചേർന്ന ESI ബോർഡാണ് രാജ്യത്ത് 20 മെഡിക്കൽ കോളേജ് ആരംഭിക്കാൻ തീരുമാനിച്ചത്. അതിൽ ആദ്യഘട്ടം എന്നുള്ള നിലയിൽ 2025-26 വർഷത്തിൽ 10 മെഡിക്കൽ കോളേജും രണ്ടാം ഘട്ടത്തിൽ 10 മെഡിക്കൽ കോളേജ് ആരംഭിക്കാനാണ് തീരുമാനിച്ചത്. ആദ്യത്തെ 10 മെഡിക്കൽ കോളേജ് ആരംഭിക്കുന്നതിൽ ഒന്ന് കേരളത്തിൽ കൊല്ലം ആശ്രാമത്താണ്. പിന്നീട് ഗോവയിൽ ആരംഭിക്കാൻ പോകുന്നു, വിശാഖപട്ടണം, അതുപോലെ ഹരിയാന, മറ്റ് ചില സംസ്ഥാനങ്ങളിലും ഈ മെഡിക്കൽ കോളേജ് ആരംഭിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. 9 മെഡിക്കൽ കോളേജ് മറ്റ് സംസ്ഥാനങ്ങളിലാണ്. നമ്മളെ ഗോവ ഉൾപ്പെടെ, ആന്ധ്രാപ്രദേശ് ഉൾപ്പെടെ, ഹരിയാന ഉൾപ്പെടെ എല്ലാ സംസ്ഥാനങ്ങളും കൃത്യസമയത്ത് തന്നെ അവർക്ക് അനുവദിച്ച മെഡിക്കൽ കോളേജിൻ്റെ എസൻഷ്യാലിറ്റി സർട്ടിഫിക്കറ്റ് കൃത്യസമയത്ത് ദേശീയ മെഡിക്കൽ കമ്മീഷന് സമർപ്പിക്കുകയുണ്ടായി. ഇക്കഴിഞ്ഞ ജനുവരി 28-ാം തീയതിയായിരുന്നു എസൻഷ്യാലിറ്റി സർട്ടിഫിക്കറ്റ് ദേശീയ മെഡിക്കൽ കമ്മീഷന് കൈമാറേണ്ട അവസാനത്തെ തീയതി. അതുതന്നെ ഈ ജനുവരി 28 എന്ന് പറയുന്നത് നിരവധി തവണ കേരളത്തിന് വേണ്ടി നീട്ടിക്കൊടുത്തതാണ്. ദേശീയ മെഡിക്കൽ കമ്മീഷൻ കേരളത്തിലെ സർക്കാരിനോട് ആവർത്തിച്ച് ആവശ്യപ്പെട്ടു ഈ എസൻഷ്യാലിറ്റി സർട്ടിഫിക്കറ്റ് സമർപ്പിക്കണം. കേരളത്തിന് വേണ്ടി മാത്രം ജനുവരി 28 എന്നുള്ളത് ഫെബ്രുവരി 3 മാറ്റി അവസാനത്തെ തീയതി. പക്ഷെ ഫെബ്രുവരി 3 നീട്ടിക്കൊടുത്തിട്ടും സംസ്ഥാന സർക്കാർ ഇതേവരെ ഈ എസൻഷ്യാലിറ്റി സർട്ടിഫിക്കറ്റ് സമർപ്പിച്ചിട്ടില്ല. 200 കിടക്കകളും 50 മെഡിക്കൽ സീറ്റുമാണ് ഓരോ മെഡിക്കൽ കോളേജിലും അവർ സൃഷ്ടിച്ചിട്ടുള്ളത്. 20 കിടക്കകളുണ്ടാകും, 50 മെഡിക്കൽ സീറ്റ് ഉണ്ടാകും. ഈ 50 മെഡിക്കൽ സീറ്റിൽ 20 മെഡിക്കൽ സീറ്റ് പാവപ്പെട്ട തൊഴിലാളികളുടെ മക്കൾക്ക് സംവരണം ചെയ്യപ്പെട്ടതാണ്. ESIയുടെ അംഗത്വമുള്ള എല്ലാ തൊഴിലാളികൾക്കും വിദഗ്ധ ചികിത്സയാണ് ഈ ആശ്രാമത്തെ സ്ഥാപിക്കാൻ പോകുന്ന മെഡിക്കൽ കോളേജിലൂടെ ലഭിക്കുന്നത്. ഇപ്പോൾ ആശ്രാമത്ത് ESIയുടെ കീഴിൽ സൂപ്പർ സ്പെഷ്യാലിറ്റി ആശുപത്രിയുണ്ട്. അതുതന്നെയാണ് മെഡിക്കൽ കോളേജായി ഉയർത്തുന്നത്. അപ്പോൾ നമ്മുടെ തൊഴിലാളികൾക്ക് നേരിട്ട് വിദഗ്ധമായ ചികിത്സ ലഭിക്കും. തൊഴിലാളികളുടെ മക്കൾക്ക് ഓരോ വർഷവും 50 സീറ്റിൽ 20 സീറ്റ് പാവപ്പെട്ട തൊഴിലാളികളുടെ മക്കൾക്ക് വേണ്ടി സംവരണം ചെയ്യപ്പെട്ടിട്ടുണ്ട്. കേരളത്തിലെ ഗവൺമെൻറ് ഒന്നും ചെയ്യേണ്ടതില്ല, എല്ലാം കേന്ദ്ര സർക്കാർ ചെയ്യും, ESI ചെയ്യും. കേവലം ഒരു എസൻഷ്യാലിറ്റി സർട്ടിഫിക്കറ്റാണ് ദേശീയ മെഡിക്കൽ കമ്മീഷന് കൊടുക്കേണ്ടത്. അതുപോലും കൊടുക്കാനുള്ള കഴിവില്ലാത്ത കഴിവുകെട്ട ഗവൺമെൻറ്റാണ് ഈ സംസ്ഥാനം ഭരിക്കുന്നത്. ഒരു ഭാഗത്ത് കേന്ദ്രം കേരളത്തിനൊന്നും നൽകുന്നില്ലെന്ന് പറയുക, എയിംസ് അനുവദിക്കുന്നില്ലെന്ന് പറയുക, അനുവദിച്ച മെഡിക്കൽ കോളേജിന് ഒരു സർട്ടിഫിക്കറ്റ് പോലും കൊടുക്കാൻ സാധിക്കാത്ത ഈ കഴിവുകെട്ട ഗവൺമെൻറ്റിന് എന്താണ് കേന്ദ്രം കൊടുക്കേണ്ടത്?
എന്തെങ്കിലും കൊടുത്തതുകൊണ്ട് കാര്യമുണ്ടോ? ഒന്ന് ഈ ഗവൺമെന്റിന്റെ കെടുകാര്യസ്ഥത, പിടിപ്പുകേട്, കഴിവില്ലായ്മയും മറ്റൊന്ന് കേന്ദ്ര വിരുദ്ധതയുമാണ് ഇതിൻ്റെ അടിസ്ഥാനപരമായ കാരണം. കേന്ദ്ര പദ്ധതി പൂർണ്ണമായും സംസ്ഥാന സർക്കാർ അട്ടിമറിക്കുകയാണ്. ഈ അട്ടിമറി ആസൂത്രിതമാണ്, യാദൃശ്ചികമല്ല. ഒരു സർട്ടിഫിക്കറ്റ് കൊടുക്കാൻ ഒരു സംസ്ഥാന സർക്കാരിന് കഴിയില്ലേ? അപ്പോൾ ആസൂത്രിതമായിട്ട് കേന്ദ്ര പദ്ധതി അട്ടിമറിക്കാനുള്ള CPM-ൻ്റെയും LDF-ൻ്റെയും രാഷ്ട്രീയ അജണ്ടയാണ് ഇവിടെ നടപ്പാക്കുന്നത്. നോക്കൂ, ഇത് കേരളത്തിന് താല്പര്യങ്ങൾക്ക് വിരുദ്ധമാണ് സംസ്ഥാന സർക്കാരിൻ്റെ നിലപാട്. കേരള വിരുദ്ധ നിലപാടാണ് ഈ പിണറായി സർക്കാർ സ്വീകരിക്കുന്നത്. തൊഴിലാളി വിരുദ്ധ നിലപാടാണ് പിണറായി സർക്കാർ സ്വീകരിക്കുന്നത്. ഇവർക്ക് തൊഴിലാളികളോടോ കേരളത്തോടോ യാതൊരു പ്രതിബദ്ധതയുമില്ല എന്ന് ഈ സംഭവത്തിലൂടെ വ്യക്തമാവുകയാണ്. പിന്നെ ഈ കേന്ദ്രം അവഗണിക്കുന്നു എന്നുള്ളത് സർവ്വരംഗത്തും സർവ്വമേഖലയിലും സമ്പൂർണമായി പരാജയപ്പെട്ട ഒരു ഗവൺമെൻറ് പരാജയം ജനങ്ങളിൽ നിന്ന് മറച്ചു വെക്കാനുള്ള കേവലം രാഷ്ട്രീയ പ്രചരണം മാത്രമാണ് ഈ കേന്ദ്രം കേരളത്തെ അവഗണിക്കുന്നു എന്നുള്ള പ്രചരണം എന്ന് നമുക്ക് വ്യക്തമായി മനസ്സിലാക്കാൻ സാധിക്കും.